ഓൺലൈൻ ലോൺ ആപ്പ് തട്ടിപ്പുകളിൽ അന്വേഷണം ആരംഭിച്ച ആദായ നികുതി വകുപ്പ്. തട്ടിപ്പുകാർക്കായി തുടങ്ങിയ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അസ്വാഭാവിക അക്കൗണ്ട് വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് കൈമാറാത്തത് ചൂണ്ടിക്കാട്ടി ബാങ്കുകൾക്ക് കലൂർ PMLA കോടതി വിമർശിച്ചിരുന്നു. സാധാരണക്കാരുടെ പേരുകളിൽ നിരവധി അക്കൗണ്ടുകൾ തുടങ്ങി ഇതിലേക്കായിരുന്നു കോടികളുടെ തട്ടിപ്പ് പണം എത്തിയത്. അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്തും സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചും വലിയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തുമെല്ലാമാണ് അക്കൗണ്ടുകൾ തുറക്കുന്നത്. ഒരേ ആളുടെ പേരിൽ ഒരു ബാങ്കിൽ നിരവധി അക്കൗണ്ടുകൾ തുറക്കുകയും ഇതിലൂടെ കോടികളുടെ ഇടപാടുകൾ നടക്കുകയും ചെയ്താലും ബാങ്കുകൾ ഈ വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് കൈമാറാറില്ല. ഇത്തരത്തിൽ ശ്രദ്ധയിൽപ്പെടാത്ത ദുരൂഹ അക്കൗണ്ടുകൾ കൂടുതലുണ്ടോ എന്നും ഈ അക്കൗണ്ടുകളിലൂടെ നടന്ന പണമിടപാടുകളുമാണ് ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നത്. സാധാരണക്കാരായ ആളുകളുടെ പേരിൽ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ ചെറിയൊരു കാലയളവിൽ ബാങ്കുകളിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പോലീസിനെയും ആദായ നികുതി വകുപ്പിനെയും അറിയിക്കേണ്ടതായിരുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. സാധാരണ നിലയിൽ സംശയകരമായ വിധം ആരുടെയെങ്കിലും അക്കൗണ്ടിൽ വൻതുക നിക്ഷേപിക്കപ്പെട്ടാൽ ബാങ്ക് മാനേജർ ആദായ നികുതി വകുപ്പിനെ വിവരമറിയിക്കേണ്ടതാണ്. 1650 കോടി രൂപയുടെ തട്ടിപ്പായിരുന്നു ED കണ്ടെത്തിയത്. മലയാളികളായ സെയ്ദ് മുഹമ്മദ്, TG വർഗീസ്, തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശികളായ ഡാനിയൽ സെൽവകുമാർ, കതിരവൻ രവി, ആൻഡോ പോൾ പ്രകാശ്, അലൻ സാമുവൽ തുടങ്ങിയ 6 പേരാണ് കേസിൽ ആകെ അറസ്റ്റിലായത്. ജനം, കൊച്ചി.